ഇന്ത്യയാണ് അമേരിക്കയുടെ ഏറ്റവും മികച്ച പങ്കാളിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതേ ട്രംപ് തന്നെ ഇപ്പോൾ കാലുമാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക്, അതായത് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവയും അതോടൊപ്പം തന്നെ പിഴയും ചുമത്തും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ പിഴ എത്ര ശതമാനമാണ് എന്നതിൽ വ്യക്തതയില്ല. അത് എത്ര ശതമാനമാണ് എങ്കിലും ഏകദേശം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും 50% അധിക തീരുവ വരും എന്നാണ് കണക്കാക്കേണ്ടത്. അത് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആയേക്കാം. അതായത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം, അതേ മൂല്യത്തിന്മേൽ ആണ് ഈ പിഴ ഈടാക്കുന്നത് എങ്കിൽ അത് ഒരു പരിധിവരെ ഇരട്ടിയോളം ആകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇത് വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ ചർച്ചകളിലേക്ക് കടക്കേണ്ടതായി വരും. അമേരിക്കയെ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത് ഇന്ത്യയുടെ റഷ്യയുമായുള്ള സൗഹൃദമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പഹൽഗാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിൽ ഉൾപ്പെടെ ചർച്ച നടത്തുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളയുന്ന പ്രസ്താവനയാണ് നരേന്ദ്രമോദി നടത്തിയത്. ഒരു പക്ഷേ ഇത്തരം പരാമർശങ്ങളും ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആത്യന്തികമായി റഷ്യയുമായുള്ള സൗഹൃദം, അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിരവധി ആയുധ കരാറുകളിലും ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അമേരിക്ക ഈ നിലപാടിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ അത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനമായ കേരളത്തെയും അത് ബാധിക്കും. അതെങ്ങനെ എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി എന്നത് ഏകദേശം 18% ആണ്. അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ, സേവനങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ 18% അമേരിക്കയിലേക്കാണ്. അതായത് അമേരിക്ക അധിക തീരുവ ഏർപ്പെടുത്തുമ്പോൾ ഈ 18% കയറ്റുമതിയെ ആണ് ബാധിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അമേരിക്കയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ? അത് പരിശോധിക്കുമ്പോൾ സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാഹന ഭാഗങ്ങൾ, ലോഹ ഉൽപ്പന്നങ്ങൾ, വസ്ത്രം, മരുന്ന്, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനം, സോളാർ പാനലുകൾ, മുത്ത്, രത്നം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ, ഇവയാണ് പ്രധാനമായും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അതായത് അധിക തീരുവ ഏർപ്പെടുത്തുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇനി അധികമായി 25% അതോടൊപ്പം തന്നെ പിഴയായി ഈടാക്കാൻ പോകുന്ന തുകയും നൽകേണ്ടതായി വരും എന്നതാണ് ഈ മേഖലയെ പ്രതിസന്ധിയിൽ ആക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബ് കൂടിയാണ്. അതായത് ലോകത്ത് തന്നെ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും അസംബ്ലി നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിന് കാരണം മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ അസംബ്ലി നടക്കും എന്നുള്ളതാണ്. അതായത് ആപ്പിൾ, ആൻഡ്രോയിഡ് ഫോണുകൾ, ഇവയുടെ എല്ലാം അസംബ്ലി നടക്കുന്നത് പ്രധാനമായും ഇന്ത്യയിൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ അസംബ്ലി ചെയ്തതിന് ശേഷം ഈ ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇവയെയും ഇപ്പോഴത്തെ ട്രംപിൻ്റെ നിലപാട് വളരെ പ്രതികൂലമായി ബാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അതായത് മെഡിക്കൽ അനുബന്ധമായ ഉപകരണങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് ഈ ആശുപത്രികളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലൗസുകൾ പോലെയുള്ള വസ്തുക്കൾ ഉൾപ്പെടെ അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരുന്നുകൾ, അതായത് പേറ്റന്റ് ഇല്ലാത്ത മരുന്നുകൾ, അമേരിക്കയിൽ ഉപയോഗിക്കുന്ന പേറ്റന്റ് ഇല്ലാത്ത മരുന്നുകളുടെ 40% ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അധിക തീരുവ ഏർപ്പെടുത്തുമ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതായി മാറും. ആ മേഖലയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു
നീക്കവുമായി ട്രംപ് പോകുമ്പോൾ അത് നമ്മളെയൊന്നും ബാധിച്ചേക്കില്ല എന്ന തോന്നൽ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. കേരളത്തെയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? കേരളത്തിൽ നിന്ന് പ്രധാനമായും അമേരിക്കയിലേക്ക് കയറ്റിവിടുന്ന ഉൽപ്പന്നങ്ങൾ കയർ ഉൽപ്പന്നങ്ങൾ ആണ്. അതോടൊപ്പം തന്നെ സമുദ്ര ഉൽപ്പന്നങ്ങൾ, അതായത് സമുദ്രാനുബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിരവധി കേരളത്തിൽ നിന്നാണ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. അതോടൊപ്പം തന്നെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ഒപ്പം കറിപ്പൊടി, നമ്മളൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന കറിപ്പൊടി എന്നത് കേരളത്തിൽ നിന്നാണ് പ്രധാനമായും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. ഒപ്പം കശുവണ്ടി, കാപ്പി, തേയില, പഴം, സുഗന്ധവ്യഞ്ജനം എന്നിവയും കയറ്റി അയക്കുന്നു. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സുഗന്ധവ്യഞ്ജന സത്ത്. അത് പല ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണത്തിന് വേണ്ടി അമേരിക്കയിൽ ഉപയോഗിക്കുന്നതാണ്. അതും പ്രധാനമായും കേരളത്തിൽ നിന്നാണ് കയറ്റി അയക്കുന്നത്. ഈ കയറ്റുമതിയെയുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്. മറ്റൊരു വെല്ലുവിളി എന്നത് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയുമായി വലിയ തോതിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കണക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ചാൽ ബംഗ്ലാദേശ് എന്ന രാജ്യം അവരുടെ കയറ്റുമതിയുടെ 35% അമേരിക്കയുമായിട്ടാണ് നടത്തുന്നത്. ശ്രീലങ്കയുടെ കയറ്റുമതിയുടെ 30% അമേരിക്കയുമായിട്ടാണ്. ഫിലിപ്പൈൻസിൽ ഇത് 20%, വിയറ്റ്നാമിൽ 19%, ഇന്തോനേഷ്യയിലും 19% ആണ്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവയും ഇതോടൊപ്പം തന്നെ പിഴയും ഈടാക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് സുവർണാവസരം ആണ് ഉണ്ടാകുന്നത്. ഈ രാജ്യങ്ങൾക്ക് കൂടുതലായി അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റിവിടാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇനി ആ രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. ഒപ്പം മറ്റൊരു സാധ്യത കൂടി ഉള്ളത്, ഈ രാജ്യങ്ങൾ, അതായത് ഫിലിപ്പൈൻസ് പോലെ, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾ, ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ഈ ഉൽപ്പന്നം അമേരിക്കയ്ക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യും. അതായത് ആ രാജ്യത്ത് നിന്നുള്ള കയറ്റുമതിക്ക് ചെലവ് കുറവാണ്, അവർക്ക് അധിക തീരുവയില്ല. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അതിന് അധിക തീരുവയുണ്ടാകും. അപ്പോൾ ഇത്തരം ഒരു സാധ്യത കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത്. അമേരിക്ക വളരെ തന്ത്രപരമായാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിനു ശേഷം പല രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. പല രാജ്യങ്ങളെയും സമ്മർദ്ദത്തിൽ ആക്കിയിരുന്നു. ചൈനയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങളുമായി വലിയ പ്രതിസന്ധിയും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിസന്ധിയിൽ ആക്കുകയും അവരുമായി ഒരു ധാരണയിലേക്ക് പിന്നീട് എത്തപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തുമ്പോൾ അത് ഒരു തരത്തിൽ സമ്മർദ്ദമാണ് എന്ന് മാത്രവുമല്ല, മറ്റ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇന്ത്യയോട് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുമില്ല. അങ്ങനെയാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബദ്ധവൈര്യം നിലനിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യക്ക് ഇത്തരത്തിൽ അധിക തീരുവ നടപ്പിലാക്കുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായി കൂടുതൽ സഹകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അവിടെ എണ്ണപ്പാടവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ മേൽ കരാറിൽ ഏർപ്പെടുകയാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കരാറിന്റെ ഭാഗമായി ഏതൊക്കെ കമ്പനികൾ ആയിരിക്കും പാകിസ്ഥാനിൽ ഈ എണ്ണ പരിവേഷണവുമായ പ്രവർത്തനങ്ങൾ വ്യാപൃതർ ആവുക എന്നത് അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല. ഏറ്റവും കൗതുകകരമായ ഒരു കമന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്, നാളെ ഒരു കാലത്ത് ഒരു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കും എന്നുള്ളതാണ്. എന്തായാലും വലിയ സൗഹൃദം ഉണ്ട്. അടുത്ത സുഹൃത്താണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ഇപ്പോൾ ഈ അധിക തീരുവയിലൂടെ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്നുണ്ട്. രാജ്യത്തെ കാർഷിക മേഖലയെ, വ്യാപാര മേഖലയെ, കയറ്റുമതി മേഖലയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തുക.